ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡുവൽ ഷോക്കിനെ പറ്റിയിട്ടാണ്. അതായത് ഡബിൾ സീക്വൻഷ്യൽ ഡീഫിബ്രിലേഷൻ. എന്താണ് ഡീഫിബ്രിലേഷൻ എന്നൊക്കെ ആയിരിക്കും അല്ലെ, നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ കാർഡിയാകാസിന്റെ ടൈമിൽ ഒരു ഷോക്കബിൾ ഉഗതം വരികയാണെങ്കിൽ പൾസ്ലെസ് VT അല്ലെങ്കിൽ VF വരുന്ന ടൈമിൽ നമ്മൾ പേഷ്യന്റിന് ഷോക്ക് കൊടുക്കും. ഓക്കെ, അതിന്റെ ഇന്റർവെലും കാര്യങ്ങളും മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മുമ്പ് വീഡിയോയിൽ. ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. എനിവേ, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു റിഫ്രാക്ടറി VF ആണ് വരുന്നതെങ്കിൽ, അതായത് ഒരു 3 പ്രാവശ്യമൊക്കെ നമ്മൾ ഒരു പേഷ്യന്റ് ഷോക്ക് കൊടുക്കുകയാണ്, പിന്നെ നമ്മൾ ഈ മെഡിസിൻസ് ഈ ഷോക്കിന്റെ ടൈമിൽ വരുന്ന ലിഡോക്കെയിനോ അമ്യൂഡോണോ കൊടുക്കുകയാണ്, ഒക്കെ കൊടുത്തിട്ടും പേഷ്യന്റിനെ ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലീതൽ ആയിട്ടുള്ള ഹാർട്ട് അരിത്മിയാസിൽ നിന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നില്ല, റിവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഡുവൽ ഷോക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ 3 ഡീഫിബ്രിലേഷന് ശേഷവും റിവേർട്ട് ആവാത്ത ടൈമിലാണ് നമ്മൾ ഈ ഒരു ഡുവൽ ഷോക്ക് കൊടുക്കുന്നത്. ഇത് ചെയ്യുന്നത് 2 ഡീഫിബ് യൂസ് ചെയ്തിട്ടാണ്. ഡീഫിബിന്റെ പാഡൽസ് നമ്മൾ യൂഷ്വലി ഡീഫിബ്രിലേഷൻ വെക്കുന്ന പൊസിഷനിൽ, അതായത് ഞാൻ ഇവിടെ കാണിച്ചു തരാം, ഈ ഒരു പൊസിഷനിൽ വെക്കുക. രണ്ടാമത്തെ ഡീഫിബിന്റെ പാഡൽസ്, അങ്ങനെ 2 പാഡൽസ് ഉണ്ടാവും. ഒന്ന് ആന്റീരിയർ പാർട്ടില് ചെസ്റ്റിന്റെ മുകളിലും മറ്റേ പേഷ്യന്റെ ബാക്കിലും ഫിക്സ് ചെയ്യുക. ഇങ്ങനെ ആന്റീരിയർ പോസ്റ്റീരിയർ പൊസിഷനിലും ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഷോക്ക് കൊടുക്കുക, മറ്റേത് രണ്ടാമതൊരു ഷോക്ക് കൊടുക്കുക. ഒന്ന് ഷോക്ക് ചെയ്ത് കഴിഞ്ഞ് ലെസ് ദാൻ 1 സെക്കൻഡിനുള്ളിൽ മറ്റേതും കൂടി ഷോക്ക് ചെയ്യണം. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി CPR വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. 2 മിനിറ്റ്സിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യും. എനിക്കൊരു പുതിയൊരു കാര്യമായിരുന്നു, നിങ്ങളുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ.